നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി കേരളം. തിരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി ഏപ്രിൽ 2ാം വാരത്തോടെ നടന്നേക്കും. മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലെത്തും. അനൂപ് ദാസ് ചേരുന്നു ഡൽഹിയിൽ നിന്നും വിശദവിവരങ്ങളുമായി. അനൂപ് ദാസ്, അങ്ങനെ ഒറ്റഘട്ടമായി നടത്താനുള്ള തീരുമാനമാണ്, ഏകദേശ ധാരണയൊക്കെ ആയിരിക്കുന്നു. ഇനി ഇത് വിലയിരുത്താൻ വേണ്ടി സംഘം എത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, വിശദാംശങ്ങൾ എന്താ? ഇന്നലെയാണ് 5 സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. 5 സംസ്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് മെയ് 7 മുൻപ് പൂർത്തിയാക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമം അത് സംബന്ധിച്ച ആലോചനയാണ് ഇന്നലെ ഉണ്ടായത്. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം ആദ്യം, അതായത് ഫെബ്രുവരി ആദ്യം കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളും സന്ദർശിക്കും. എന്നിട്ട് തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തും. അതിനുശേഷമാണ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. കേരളത്തെ സംബന്ധിച്ച് നേരത്തെ പലതവണ ആവശ്യപ്പെട്ടതുപോലെ, പല ഭാഗത്തുനിന്നും ആവശ്യം വന്നതുപോലെ കേന്ദ്രസേനയെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്ക് വേണ്ടി എത്തിക്കണമെന്ന ആവശ്യം കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏപ്രിൽ മാസം 2ാം വാരത്തോടുകൂടി ഒറ്റഘട്ടമായി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചന എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ മാർച്ച് ആദ്യമോ ഫെബ്രുവരി അവസാനമോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇന്നലത്തെ വിലയിരുത്തൽ യോഗത്തോടുകൂടി വ്യക്തമാവുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എന്തെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? യാതൊരു പ്രായോഗിക പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. നേരത്തെയും പലതവണ ഒറ്റഘട്ടമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അത്രയധികം ജനസംഖ്യയുള്ള വലിയൊരു സംസ്ഥാനമല്ല. അതുമാത്രവുമല്ല, വലിയ സംഘർഷബാധിത ബൂത്തുകളും കേരളത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒറ്റഘട്ടമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടത്തി പൂർത്തീകരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും അക്കാര്യത്തിൽ എതിർപ്പുണ്ടാവില്ല. ഈ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് വിലയിരുത്തുക? അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടിക ഇപ്പോൾ SIR നടപടിക്രമങ്ങൾ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സമയബന്ധിതമായി പൂർത്തിയായാൽ മാത്രമേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്താനും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനും കഴിയുകയുള്ളൂ. അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരുക്കം. മാത്രമല്ല, ജില്ലാ തലങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്, എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സ്ഥലങ്ങളുണ്ടോ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ എത്ര ഘട്ടമായി വോട്ടെടുപ്പ് നടത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളം അത്തരമൊരു പ്രശ്നബാധിത സ്ഥലമല്ല. SIR നടപടിക്രമങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നെന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. ശരി, അനൂപ് ദാസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.